ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി അടുത്ത തിങ്കളാഴ്ച വിധി പറയും. ഹർജിയിൽ വിശദമായ വാദം കേട്ട സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് കൂടുതൽ വിവരങ്ങൾ നൽകാനും നിർദ്ദേശിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ആളുകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ കേസ് തുടരണമോ എന്ന കാര്യത്തിൽ സുപ്രീം കോടതി സംശയം പ്രകടിപ്പിച്ചു എന്ന വാർത്ത കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി പരാതി പറഞ്ഞ പല അഭിനേത്രികളും നടികളും തങ്ങൾക്കിപ്പോൾ പരാതിയില്ല എന്നുള്ള രീതിയിൽ പിന്മാറ്റം നടത്തുന്ന സമയത്താണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത്. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് ബാക്കി വിവരങ്ങൾ നൽകും. വിനീത, പറയൂ. ഇന്നലെയാണ് ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണമാകാമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ ഹർജികളാണ് ഇന്നലെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും സുപ്രീം കോടതിയുടെ വാക്കാലുണ്ടായ ഒരു പരാമർശം, ഈ പരാതികളില്ലാതെ എന്തിനാണ് ഇങ്ങനെ കേസെടുത്തതെന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പരാതികളില്ലാതെ ഇങ്ങനെ കേസെടുക്കുന്നത് വിചിത്രമായിട്ടുള്ളൊരു നടപടിയാണെന്നും സുപ്രീം കോടതി ഇന്നലെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം റദ്ദാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാരും ഒപ്പം വനിതാ കമ്മീഷനും ഇന്നലെ കോടതിയിൽ എതിർപ്പറിയിച്ചിട്ടുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച ശേഷം ഏതാണ്ട് 5 വർഷത്തോളം അതിൽ ഒരു നടപടിയും സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ലഭ്യമായിട്ടും ഈ 5 വർഷക്കാലം അത്തരത്തിലേക്ക് ഒരു നടപടിയും എടുക്കാത്തതെന്നും കോടതി ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നടപടിക്രമങ്ങളുടെ പേരിൽ ആളുകളെ ഉപദ്രവിക്കരുതെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സഞ്ജയ് കരോൾ, സന്ദീപ് മെഹ്ത്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന ഉറപ്പിന്മേലാണ് പലരും മൊഴി നൽകിയതെന്നാണ് ഈ ഹർജിക്കാർ പറയുന്നത്. കാരണം ഞങ്ങൾ മൊഴി നൽകിയതാണ്, ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലേക്കുള്ളൊരു അന്വേഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളോ ഉണ്ടാകില്ല എന്നാണ് കരുതിയതെന്നാണ് ഈ ഹർജിക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അവർ അത്തരത്തിലേക്കുള്ളൊരു വാദമാണ് ഹർജിക്കാരൻ കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ഹർജിക്കാർ ഇരകളല്ലെന്നും ശബ്ദമുയർത്തുന്ന പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും വനിതാ കമ്മീഷനും ഇന്നലെ സുപ്രീം കോടതിയെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വനിതാ കമ്മീഷൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഇങ്ങനെ ഈ മൊഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ പല ആളുകൾക്കും ഇത്തരത്തിലേക്കുള്ള പരാതികളുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരാൻ ഒരു അവസരം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അവർ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം കൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടെന്നൊരു കാര്യം കൂടി ഇന്നലെ വനിതാ കമ്മീഷൻ കോടതിയെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം എന്തിനാണ് സജിമോൻ പാറയിൽ ഈ അന്വേഷണത്തെ എതിർക്കുന്നതെന്നും കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹർജിയിൽ വിശദമായ വാദം കേട്ട സുപ്രീം കോടതി സർക്കാരിനോട് കൂടുതൽ ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.